മച്ചന്മാരെ നമ്മൾ തൃപ്പൂണിത്തുറ റെയിൽവേ സ്റ്റേഷനിലാട്ടോ. അപ്പോൾ നമ്മളൊരു സ്ഥലം വരെ പോവുകയാണ്. അപ്പോൾ സമയം ഇപ്പോൾ 11:20 കേട്ടോ. നമുക്ക് 11:10 ട്രെയിന്, പക്ഷെ 11:17 എത്തിയത്. അപ്പോൾ ട്രെയിൻ കുറച്ച് ലേറ്റാണ്. ഇപ്പോൾ ട്രെയിൻ അവിടെ നിന്ന് വന്നുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ എന്തോ ഭാഗത്തിന് ട്രെയിൻ കുറച്ച് ലേറ്റായി, അതുകൊണ്ട് നമുക്ക് ഈ ട്രെയിൻ കിട്ടി. ഇറങ്ങാൻ കുറച്ച് വൈകി കേട്ടോ. അപ്പോൾ ഏതായാലും നമ്മൾ കായംകുളം ഭാഗത്തേക്ക് കേട്ടോ. ഇന്ന് ഓച്ചിറ അമ്പലത്തിൽ പരിപാടിയാണ്. അപ്പോൾ അതൊന്ന് ഇതുവരെ കണ്ടിട്ടില്ല, നേരിട്ട് കണ്ടില്ല. നമ്മളെ നാട്ടിൽ ചെറിയ ചെറിയ കാളവരവൊക്കെ ആണുള്ളത്, അവിടെ കുറച്ച് വലിയ കാളകളാണ്. എന്തായാലും നമുക്ക് പോയി നോക്കാം. തിരക്കുണ്ട്. അപ്പോൾ നമ്മൾ കായംകുളം ജംഗ്ഷനിലെത്തിയിട്ട് ഗൈസ്, നമ്മൾ കോർബ ഇൻഡോർ എക്സ്പ്രസ്സിലാണ് വന്നേട്ടോ. ഇപ്പോൾ ഗൈസ് ആകെപ്പെട്ടു. ഓച്ചിറയ്ക്ക് ബസ്സില്ല കേട്ടോ, തിരക്ക് കാരണം എല്ലാ റൂട്ടും മാറ്റി പിടിച്ചിരിക്കുന്നു. ഇനി ഓട്ടോറിക്ഷയ്ക്ക് പോകേണ്ടി വരും, അല്ലെങ്കിൽ നടക്കണം. ബൈക്ക് എടുത്ത് വന്നാൽ മതിയായിരുന്നു ഗൈസ്. ആകെപ്പെട്ടു. ഇപ്പോൾ കായംകുളം KSRTC ഡിപ്പോല കേട്ടോ. അച്ഛന്മാരെ നമ്മൾ കായംകുളത്ത് ഇങ്ങനെ നിൽക്കുമായിരുന്നു, ബസ്സൊന്നുമില്ല. അപ്പോൾ അവിടെ ഇങ്ങനെ ഒരു കാള നിൽക്കുന്നുണ്ട് കേട്ടോ, അടുത്ത് തന്നെ. അപ്പോൾ ഇത് ചെറിയ കാളയാണെന്ന് തോന്നുന്നു. നല്ല വെയിലുണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് ഇവിടെ ഒരു ലോറി നിർത്തിയിട്ടുണ്ടായിരുന്നു, നമ്മളിവിടെ നിന്ന് സൈഡായി നിന്നാണ്. അപ്പോൾ ഏതായാലും ആ കാള എടുക്കാൻ പോകാൻ തോന്നുന്നു. നമുക്ക് ഏതായാലും എടുത്ത് പോയി നോക്കാം. അപ്പോൾ ഇവിടുന്ന് ഓച്ചിറയ്ക്ക് ഒരു 6-7 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ ഇവിടുന്ന് ഇനി ഓട്ടോറിക്ഷ വിളിച്ച് പോകേണ്ടി വരും. നമുക്ക് ഏതായാലും ഇങ്ങനെ മെല്ലെ പോയി നോക്കാം. ഏതാ മച്ചാമാരെ നമുക്ക് ഏതായാലും നല്ല തുടക്കട്ട കിട്ടിയത്. കറക്റ്റ് ടൈമിൽ പടക്കം പൊട്ടി. നല്ല വരവേൽപ്പാണ്. ഏതായാലും ക്യാമറേൻ്റെ സ്പീക്കർ അടിച്ചു പോയെന്നാവോ, മൈക്രോഫോൺ. കിഴക്ക് വശത്ത് നിൽക്കുന്നവര് പൊക്കണം. ഒന്നുകൂടി ഒറ്റപ്പെടുത്തൽ റെഡിയാണോ? ഒന്നുകൂടി പൊക്കെ വെച്ചേ, ഒന്നുകൂടി പൊക്കെ. അയ്യോ നേരെ ആയില്ല. ഒന്നുകൂടി ഒന്ന് പിടിച്ചേ. മതി. ഒരുപോലെ പഠിച്ചു ആർക്കോ. മാറിയോ?
ഗൈസ് ഫ്രണ്ടിൽ 2 കാളകളുണ്ട് കേട്ടോ. ഇത് ആദ്യത്തെ കാളയാണ് ഞാൻ കണ്ടത്. അപ്പോൾ ഈ കാളയിൽ ഞാൻ ശ്രദ്ധിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളതിൻ്റെ വീല് മരത്തിൻ്റെ വീലട്ടോ, ഉരുട്ടാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാവും. നമ്മളവിടെ വയലങ്കോട് വേലയ്ക്കും പറമ്പത്തക വേലയ്ക്കും എല്ലാം വീല് എന്ന് പറയുമ്പോൾ വണ്ടീൻ്റെ വീല് തന്നെ കേട്ടോ ചോദിക്കാം. അത് ഉന്താനൊക്കെ സുഖമാവും. ഇത് ഈ കാളയ്ക്ക് മരത്തിൻ്റെ വീലാണ്. ഇനി ബാക്കിയുള്ള കാളയ്ക്ക് എങ്ങനെയാണെന്ന് അറിയില്ല, നമുക്ക് ഏതായാലും നോക്കാം. പിന്നെ ഇതൊരു ചെറിയ ഹൈറ്റ് ഉള്ളൂ, ഇതിനെക്കാട്ടി ഹൈറ്റുള്ള കാള ഉണ്ടാവും തോന്നുന്നു. നോക്കാം നമുക്കേത്. ആദ്യത്തെ കളിനെക്കാട്ടി കുറച്ചുകൂടി വലിയ കാള കേട്ടോ. മുതിർന്ന കമ്മിറ്റികൾ ആരും KPC ജംഗ്ഷൻ വരെ ഡാൻസ് കളിക്കാം. മുതിർന്ന കമ്മിറ്റികൾ മുഴുവൻ
തിരിച്ച് പോകാം കേട്ടോ. എന്തായാലും പരിപാടിയൊക്കെ ഉഷാറായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ അങ്ങനത്തെ ഒരു പരിപാടിക്ക് ഇവിടുത്തെ പരിപാടിക്ക് വരുന്നത്. എന്തായാലും നല്ല തിരക്കുണ്ടായിരുന്നു. നമ്മൾ അങ്ങോട്ട് കായംകുളത്ത് നിന്ന് അങ്ങോട്ട് അമ്പലം വരെ നടന്നു. അതുകൊണ്ട് തന്നെ അത്യാവശ്യം ക്ഷീണിച്ചിരുന്നു. ഏതായാലും നമ്മൾ തിരിച്ച് പോവാണ്. എന്തായാലും പരിപാടിക്ക് കാണാൻ പറ്റി. എല്ലാവരും പറ്റുകയാണെങ്കിൽ അടുത്ത പരിപാടിക്ക് കാണാൻ പറ്റും.